ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ റെഡിയായി ഇറങ്ങാൻ പോകണു. ഈ റെഡിയാകൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് ബ്ലോഗിങ്ങിനല്ല കേട്ടോ പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിലേക്ക് പോവാണ്, അതായത് മാവേലിക്കര. മാവേലിക്കര എന്ന് പറയുമ്പോൾ ഓണാട്ടുകരയുടെ ഭാഗമാണ്. ഈ സമയത്ത് ഓണാട്ടുകരയിലൊക്കെ പോകുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. കാര്യം ഈ പ്രദേശമെല്ലാം തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്. ചെട്ടികുളങ്ങര ഭരണിയുടെ സമയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എങ്കിൽ അമ്മാവൻ്റെ മക്കളും അമ്മായിയൊക്കെ അവിടെ ഉണ്ട് മാവേലിക്കര. അപ്പോൾ അവിടെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രാവിലെ ഇറങ്ങുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, ഇച്ചിരി ലേറ്റായി. ഓക്കെ, അപ്പോൾ ഇനി പെട്ടെന്ന് പോട്ടെ. ഏകദേശം മാവേലിക്കര എത്താറായി. ഏതാണ്ട് 5 കിലോമീറ്റേഴ്സ്. ഇതാണ് എൻ്റെ അമ്മായി. ഒരേ ഒരു അമ്മായി അല്ലേ അമ്മയുടെ സൈഡില്. അമ്മയുടെ ബ്രദറിന്റെ ഒരേ ഒരു ബ്രദറിന്റെ വൈഫ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ്. ഇവിടെ ഈ സൈഡിൽ അപ്പുറത്തെ വീട്ടിലേക്ക് നമുക്ക് രണ്ടാമതും അവിടെ ഇപ്പം ആളില്ല, അവരൊക്കെ പോയിട്ട് വരുവുള്ളൂ. ഇത് അമ്മായിയുടെ മകനാണ് രഞ്ജിത്ത്. എല്ലാവർക്കും അറിയുന്ന ആളാണ്, ഫെമിലിയർ ഫേസ്. ദിസ് ഇസ് രഞ്ജിത്ത് രാമചന്ദ്രൻ, ന്യൂസ് 18 ന്യൂസ് എഡിറ്റർ. രഞ്ജിത്തിൻ്റെ വൈഫ്. പിന്നെ ഇത് മകൻ്റെ ഇപ്പോൾ 8 അല്ലേ, മോനും മോളും. ഇത് ജാനിക്കുട്ടി ദേവനാരായണൻ. ഓക്കെ, ഇതാണ് ജാനകി ഒരു വലിയൊരു വ്ളോഗറായി ഡെവലപ്പ് ചെയ്തോണ്ട് എല്ലാരും പറയുന്നത് എൻ്റെ കുറെ എല്ലാരും പ്രൊഡിക്ട് ചെയ്തിരിക്കുക. ഇവിടെ എല്ലാരും പറയും അല്ലേ, എന്നെ ഓർമ്മിക്കും ഇവര് മോളുടെ ഓരോ പരിപാടികൾ കാണുമ്പോൾ. നക്ഷത്രം അതാ അല്ലേ, എന്റെ നക്ഷത്രം ചതയം. ഓക്കെ, എന്നോടൊരു പ്രത്യേക സ്നേഹമാണ് അല്ലേ. കൊച്ചപ്പച്ചി അല്ല, ഇത് വല്യപ്പച്ചി. ഇവിടെ 2 കൊച്ചപ്പച്ചിമാരുണ്ട്. വല്യപ്പച്ചി ഇതാ വല്യപ്പച്ചി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. കൊച്ചപ്പച്ചിമാരെയൊന്നും അത്ര അംഗീകരിക്കുന്നില്ല. കൂടുതൽ എന്നോടാണ് ഒരു അറ്റാച്ച്മെന്റ്. അതൊക്കെ അങ്ങനെ വരും, അതാണ് അതൊരു സന്തോഷം എന്തായാലും. അപ്പം നമ്മുടെ ഈ ഒരു ഫാമിലി, അതായത് എൻ്റെ അമ്മയുടെ സൈഡ് ഞാൻ ഇതുവരെ നമ്മുടെ ഒരു വ്ളോഗിലും ആരും വന്നിട്ടില്ല, ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൈഡ്. ദാറ്റ് ഇസ് നമ്മൾ ഈ നാട്ടുകാരിയാണ്, ഓണാട്ടുകര അല്ലേ, കുംഭഭരണിയുടെ നാട് ചെട്ടികുളങ്ങര ഓണാട്ടുകര. അതിന്റെ ഭാഗമായിട്ട് ഞാൻ വരുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു സമയം കിട്ടി ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. 8 വർഷം മുമ്പ് വന്നിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. സെയിം കൈരളിക്ക് വേണ്ടിയിട്ട്. അന്നില്ല, ജനിച്ചിട്ടില്ല. അതായത് നമ്മള് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ആ സമയത്ത്, ഇതേ സമയത്ത്, അതായത് ചെട്ടികുളങ്ങര ഭരണി കവർ ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോഴും നല്ല ആ എപ്പിസോഡ്സൊക്കെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുന്നു, അതേപോലെ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട്. ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തവണ ഈ അശ്വതിയും ഭരണിയും ഒരു ദിവസമാണ്. ആണോ? അത് ശരി. അതങ്ങനെ ശിവരാത്രി സാധാരണ കുംഭഭരണിക്ക് മുമ്പാണ്, പക്ഷെ ഇത്തവണ ശിവരാത്രി കുംഭഭരണിക്ക് ശേഷം. എല്ലാ പ്രത്യേകതകളും. അശ്വതി ഭരണി കാണുമ്പോൾ ഭയങ്കര ക്രൗഡും ആയിരിക്കും. ഓ, അങ്ങനെ ഉണ്ടല്ലേ. അശ്വതി ഭരണി അശ്വതി കൂടെ ഒറ്റ ദിവസം വരുന്നത്, അത് വളരെ റയർ ഒക്കേഷനാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുംഭഭരണിയുടെ തലേ ദിവസമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് സന്തോഷം. ഞാൻ അങ്ങനെ എപ്പോഴും വരുന്ന ആളല്ല മാവേലിക്കര, പക്ഷേ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കയറി ഒന്ന് നോക്കിയിട്ടൊക്കെ പോകും. പിന്നെ അല്ലാണ്ട് ഇടയ്ക്ക് വരും. ഇത് പക്ഷേ വളരെ സ്പെഷ്യൽ ഒക്കേഷനാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വരും. ഇവിടെ സ്വന്തമായിട്ട് നമ്മുടെ കാവുണ്ട്, കുടുംബ കാവുണ്ട്, അതിൻ്റെ പൂജ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വരും.
അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ ഇനി ഈ പരിസരമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം ചേട്ടോളങ്ങര ഭരണിയിൽ പങ്കെടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കഞ്ഞി കുടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാം കാണാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ചാനലിലായിരിക്കും, നമ്മുടെ ട്രാവൽ വ്ളോഗ്സിലായിരിക്കും. ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചേട്ടോളങ്ങര ഭരണിയെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്. ഓണാട്ടുകരക്കാരുടെ ഓണമാണ്. ഇല്ല ഇല്ല ഇല്ല, സത്യം. ജാതി മതം എല്ലാവരും ഇപ്പൊ കൊല്ലത്തുനിന്ന് വന്ന ആളും ഇപ്പൊ ഇവിടത്തെ മാത്രമായി, ചേട്ടോളങ്ങര അമ്മയുടെ ആളായി. അത് ശരിയാ, കുംഭഭരണിക്ക്. ഇവിടുത്തെ നാട്ടുകാർ വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിലും കുംഭഭരണിക്ക് നാട്ടിലെത്താൻ നോക്കും. അത് ശരിയാ, ആ ഒരു ഗൃഹാതുരത്വമാണ് അല്ലേ. ആ ഓണം അല്ല അവർക്ക് ഇമ്പോർട്ടന്റ്, ഇവിടുത്തെ കുംഭഭരണി തന്നെ. ആ അതെ അതെ അതെ, അതിന്റെ ഫെസ്റ്റിവിറ്റി വെളിയിൽ ഇറങ്ങിയാൽ കാണാം, ഭയങ്കര രസമാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ജാതി മരം 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, എന്ത് രസമായിരുന്നു. അത് മുറിച്ചു കളഞ്ഞു അല്ലേ ഒരെണ്ണം, നിന്ന് പറിക്കാമായിരുന്നു, അത്ര രസമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന സമയം കൂടിയാണ് അല്ലേ നമ്മുടെ വീടുകളിലൊക്കെ. വിരുന്നുകാരുണ്ടാകും, നമ്മുടെ ബന്ധുക്കൾ തന്നെ പല സ്ഥലത്തുള്ളവരൊക്കെ വരും. ഭയങ്കര ഒരു ഫെസ്റ്റിവൽ ഡേയ്സ് ആണ് ഇതെല്ലാം. ഇതിപ്പോൾ നാളെ തീരാണ്, നാളെയാണല്ലോ ഭരണി. ഇന്ന് ഒരു ദിവസം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഈ നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുത്തെ സ്കൂള്. അത് LP സ്കൂൾ. അത് നമ്മുടെ അപ്പൂപ്പൻ പഠിപ്പിച്ചിരുന്നു. അപ്പൂപ്പനായിട്ടൊക്കെ അടുപ്പമുണ്ട്. നമ്മുടെ സ്ഥലം കൊടുത്തിട്ടാണ് ഈ സ്കൂള്. കുറെ സ്ഥലങ്ങൾ പണ്ട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറെ സ്ഥലം സ്കൂളിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അന്ന് മതിലൊന്നും ഇല്ല. അതെനിക്ക് ഓർമ്മയുണ്ട്, മതിലില്ല, കമ്പിവേലി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഞാൻ ചെറുതായിരുന്നപ്പോ കമ്പിവേലി ഉണ്ടായിരുന്നു. ചെമ്പോട്ടിക്ക മരം അതിപ്പോഴും ഉണ്ടല്ലോ അല്ലേ. അയ്യോ, അതാണ് ആ പിങ്ക് പൂക്കള്. കഴിഞ്ഞ വർഷം ഒരു 60-70 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇവിടെ നടന്നു വന്നപ്പോ പുള്ളി ഇവിടെ ചെമ്പോട്ടി ഉണ്ടല്ലോ എന്ന് പറയുന്നത് പുള്ളി, അതാണ് ഐഡന്റിറ്റി അല്ലേ. പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ച ചെമ്പോട്ടി കാണാൻ വേണ്ടി വന്നു. പുള്ളി ഇവിടെ നിന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു ആരാണ്, പുള്ളി അത് കാണാൻ വേണ്ടി മാത്രം വന്ന പുള്ളി തിരിച്ചുപോയി. അപ്പൊ ഞാൻ പുള്ളി തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു, ഇവിടെ അകത്ത് കൊണ്ടുവന്നു, ആഹാരമൊക്കെ കുഴച്ച വെള്ളമൊക്കെ കൊടുത്തു. പുള്ളി പറഞ്ഞ് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ആ മരത്തിന് എനിക്ക് തോന്നുന്നു ഒരു 100 വർഷം വന്ന കാലം പോലെ ആണല്ലേ. ഈ ചെമ്പോട്ടി മരമാണ് എൻ്റെ മനസ്സിലുള്ളത് എപ്പോഴും. അതായത് ഒരു സമയത്തെ എന്തുവാ വവ്വാല് കൊണ്ട് പോവാണല്ലോ. ആണോ? അയ്യോ, ആണോ? ഇവിടെ എല്ലാം പിങ്ക് ആയിരിക്കും, ഒരു പിങ്ക് കാർപ്പറ്റ് പോലെയാണ് ചെമ്പോട്ടിക്ക കാഴ്ച നടക്കുന്ന സമയത്ത്. ഇപ്പം അതിൻ്റെ സമയമല്ല തോന്നുന്നു. ഇത് സ്കൂളാട്ടോ, LP സ്കൂളിൻ്റെ ഈ ഇത്രയും ഭാഗം. പിന്നെ ഇതാണ് നമ്മുടെ ചെമ്പോട്ടി മരം. എൻ്റെ ചെറുപ്പകാലം, എൻ്റെ കുട്ടിക്കാലം ഉണ്ടോ? ചെറുത് അല്ലേ, ചെറുതുണ്ട്, ചെറുത്. വവ്വാല് തള്ളിയിട്ടാന്ന് തോന്നുന്നു, കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ജാതി മരം ചെറുതല്ലായിരുന്നോ, അത് നമുക്ക് പറിക്കാമെന്നായിരുന്നു. ഇപ്പം അതിനെ നിങ്ങളിത് ഒരെണ്ണം മുറിച്ച് കളഞ്ഞു, എന്നിട്ട് ഇവിടെ കാർഷെഡായി. പിന്നെ ഒരെണ്ണം മുകളിലോട്ട് പൊങ്ങി ഇത്രയും വലിയ മരമായി. ജാതി ഉണ്ട് പോലെ എങ്ങനെ പറിക്കാനാ? ജാതിക്ക ഉണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെ പറിക്കും? എങ്ങനെ ഏണിയാ തോട്ടിയിട്ട് പറിക്കാവോ? വേണമെങ്കിൽ പറിക്കാം അല്ലേ. ജാതിക്ക തോട്ടമല്ല, ഒരു ജാതി മരം മാത്രമായി. ഇപ്പൊ ഒരു മരം മാത്രമായി, തോട്ടമില്ല. ജാതി വിളഞ്ഞിട്ടില്ല, ഇതിന് ഉണ്ട്, മുകളിലേക്കുണ്ട്. പക്ഷെ മുകളിൽ നമുക്ക് പറിക്കാൻ പറ്റില്ലല്ലോ, എത്തത്തില്ല, പൊട്ടി താഴെ വീഴും. ആ സമയത്ത് കിട്ടും, അല്ലെങ്കിൽ തോട്ടിയിട്ട് പറിക്കണം. പിന്നെ ഇവിടെയൊക്കെയുള്ള കൃഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ കുരുമുളക് പടർത്തി വിടുന്നു, ജാതിത്തോട് അച്ചാറിടും. ഈ ജാതിക്കയുടെ പുറം ഭാഗം അച്ചാറിടും. ഇല്ലുമ്പാമ്പുളി, അത് തന്നെ. ഇതേ ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ, ചെറുതാ, എല്ലാം പോയി. എല്ലാം ഭയങ്കര പിന്നെ ഭയങ്കര പുളിയാ. അത് തന്നെ, അതെ, ഈ സൈഡിൽ ഇച്ചിരി ഉണ്ട്. അല്ലേ സ്കൂളിൻ്റെ കഞ്ഞിപ്പര. ഫുഡ് കൊടുക്കും അല്ലേ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട്. ഗവൺമെൻറ് സ്കൂളാണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് കൊണ്ട് വൈകിട്ടുണ്ട്. അയ്യോ, ഞാനിക്കറിഞ്ഞൂടാത്ത കാര്യമൊന്നുമില്ല. ഉച്ചയ്ക്ക് കൊണ്ട് വൈകിട്ടുണ്ട് ഫുഡ്. വൈകിട്ടൊന്നുമില്ല, മനെ ഉണ്ടോ? ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കഞ്ഞിപ്പര സ്കൂളിൻ്റെ. നിങ്ങളാണോ അതിൻ്റെ ചാർജ്? ഉണ്ടാക്കുന്ന ആളോ? ഇവർ രണ്ടാളുമാണ്. കുട്ടികൾക്ക് സൗജന്യമായിട്ട് ലഞ്ച്, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും, ഉച്ചഭക്ഷണം സ്കൂളിൽ. സർക്കാർ സ്കൂളാണല്ലോ. എന്തൊക്കെയെന്ന് കറി? കൊഞ്ചുമാങ്ങ ഭരണിയുടെ നാളെ അല്ലേ? ഓ, നിങ്ങൾക്ക് നാളെ അവധി ആയതുകൊണ്ട് ഇന്ന് സെലിബ്രേഷൻ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുക.
പിള്ളേർക്ക് വേണ്ടി കുഞ്ചുമാങ്ങയും ചോറും പുളിശ്ശേരി. ഒന്ന് കാണിച്ചേ. ഇത് സ്കൂളിലുണ്ടാക്കിയ കുഞ്ചുമാങ്ങ കേട്ടോ. അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സർക്കാർ സ്കൂളിൽ മുരിങ്ങയ്ക്ക എല്ലാം ഉണ്ടല്ലേ. പടവലങ്ങ, മാങ്ങ, കൊഞ്ച്, പച്ചമുളക്. കണ്ടിട്ടുണ്ടോ? നല്ല ടേസ്റ്റി. കാണുമ്പോൾ അറിയാം നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ. കൊഞ്ചുമാങ്ങ ടേസ്റ്റി കേട്ടോ, അടിപൊളി. വെരി നൈസ്. എന്താ പേര്? സുമ ആൻഡ് സുനിത. ഇതിന്റെ പിന്നിൽ ആരാണ് ഉണ്ടാക്കിയ കുഞ്ചുമാങ്ങ? രണ്ടുപേരും കൂടി. ഓക്കെ, സുമ സുനിത. അടിപൊളിയായിട്ടുണ്ട്. ഏമിയെ കൂട്ടിൽ അടച്ചിടുവാണോ എപ്പോഴും, അതോ തുറന്നു വിടുവോ? ഇവിടെ മഹാഗണിയാണോ? ഓ, അത് ശരി. മാവ്. ആ, ക്യാച്ച് ചെയ്തോ? ബാക്കി കുറച്ചും കൂടെ കിടപ്പുണ്ട്. ഉണ്ടോ? ഉച്ചതൊക്കെ വരാലാണ് മുഴുവൻ. വരാലാണോ? വെള്ളമൊക്കെ പറ്റി പഴയ മീൻ എടുത്ത് ഓർമ്മ. മുഷി നമ്മുടെ കുളത്തിൽ പിടിക്കുന്നത് ഇഷ്ടം പോലെ ആണോ? ഉണ്ടോ? പണ്ട് ഇവിടെ ഒന്നും വേറെ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കടന്നാ ഇവിടെ മറ്റേ പാടശേഖരമൊക്കെ ഉണ്ടായിരുന്നില്ലേ, മറ്റേ എള്ള് അതൊക്കെ ഇവിടെ പോയി ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നോണാട്ടുകരയിലെ എള്ളെന്ന് പറഞ്ഞത് നമ്മുടെ കുതിരയെ പിടിക്കുന്നത് പോലും എള്ള് പാടങ്ങളിൽ കൂടെ ആയിരുന്നു. കാരണം വലിച്ചോണ്ട് പോകുന്നത് അതിന്റെ ലൂബ്രിക്കന്റ് ആകുന്ന പറഞ്ഞത്. എള്ളിന്റെ ഇതിലൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇല്ല, എള്ളില്ല. പക്ഷെ എപ്പോഴും അതുകൊണ്ട് മെഷീൻസ് ഉപയോഗിച്ചാൽ എള്ള് പാടം എന്ന് പറയുമ്പോ ഇപ്പൊ വയലേ ഇല്ലല്ലോ, ഇവിടെ കാണുന്നില്ല. വയല് കുറവാണ്. കനാൽ വന്നുകൊണ്ടാണോ? കനാൽ മാത്രമല്ല, കൃഷിയെ ഇപ്പൊ ആരും കൃഷിയോട് താല്പര്യപ്പെടുന്നില്ല. കൃഷി ലാഭകരമല്ല, മനുഷ്യർക്ക് സമയമില്ല. പക്ഷെ നമ്മൾ പരമാവധി എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. പഴയ എന്ത് മാറ്റമല്ലേ, ഭയങ്കര മാറ്റങ്ങൾ. ഒരു വളഞ്ഞ ജാതിക്ക കിട്ടി. ഇത് കഴിക്കാൻ നല്ലതാ. ഇതിൻ്റെ ഈ തോടാണ് ഇവിടെ അച്ചാറിടുന്നത്. ഉള്ളിലാണ് ജാതിപത്രിയും ജാതിക്കയൊക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നമ്മുടെ ഈ പറമ്പിലൂടെ നടന്ന് കുടുംബക്കാവിലേക്ക് പോകും. പൈറ്റേത്ത്, അത് ഞങ്ങളുടെ വീട്ടുപേരാണ്. പൈറ്റേത്ത് തയ്യിൽ. അപ്പോൾ പൈറ്റേത്തിൻ്റെ കുടുംബക്കാവ്. ഇതുപോലെയായിരുന്നു ഫ്രണ്ടിലത്തെ ജാതിക്ക, ഓർമ്മയുണ്ടോ? നമുക്ക് പറിക്കാം. ചെറുത് മോനെ, പിടിക്കണ്ട. അപ്പോൾ ഇതെല്ലാം പഴയ ഫീൽഡായിരുന്നു, പാടങ്ങൾ, എള്ളുപാടങ്ങൾ. അതെല്ലാം മറിഞ്ഞു. കനാൽ അത് വന്നപ്പോഴാണ് കംപ്ലീറ്റ് കട്ടായതല്ലേ ഭൂമി. കേരള ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ കനാലാണ്. ഓക്കെ, കേരള ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ കനാൽ. വെള്ളം ഉണ്ടോ അതിനകത്ത്? വെള്ളം വരാറില്ല. അയ്യേ, അത് വെറുതെ അന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി എത്രയോ വർഷങ്ങൾക്ക് എന്റെ ഓർമ്മ പോലെ കനാൽ ഈ കർഷകർക്കുള്ള ജലത്തിന് വേണ്ടി തുടങ്ങിയ കനാലാണ്. പക്ഷെ വെള്ളമില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കാവ് അടങ്ങാണ്. പണ്ടിത് കുറേ കൂടെ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ അല്ലേ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയി. എങ്കിലും കാവിൻ്റെ ഒരു ഫെൻസിങ് ഇപ്പോൾ കാണാമല്ലോ. ഇത് കാവിനോട് ചേർന്ന കുളമാണ്. പണ്ട് ഈ കുളത്തിൻ്റെ ചുറ്റും മരങ്ങൾ കൊണ്ടിങ്ങനെ കവേർഡായിരുന്നു, പഴയ മരങ്ങൾ. അത് കുറേ പോയി. എങ്കിലും വള്ളിച്ചെടികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ബാക്കിൽ. അത് അകത്ത് ഇപ്പോൾ കുറച്ച് ക്ഷേത്രം പോലെ ആക്കി. അവിടെ ഇങ്ങനെ പ്രതിഷ്ഠയൊക്കെ നാഗരാജാവിൻ്റെ അങ്ങോട്ടാക്കി വിളക്ക് കത്തിക്കുന്ന രീതി, പെയിൻ്റൊക്കെ അടിച്ച് കുറച്ചൊരു നാഗരികത വന്നിട്ടുണ്ട്. അമ്പലങ്ങൾ പൂജ, വാർഷിക പൂജ അതൊക്കെ നടക്കും. ആ സമയത്തൊക്കെ ഞാൻ സാധാരണ വരാറ്. ഇതിപ്പോൾ ഇത് നിറച്ച് മീനുണ്ട് ഈ കുളത്തിൽ. കൈതക്കോര എല്ലാം ഉണ്ട്. പണ്ട് എനിക്ക് ഓർമ്മ അപ്പനും അച്ഛനൊക്കെ മീൻ പിടിച്ച് നമ്മൾ അങ്ങനെ ധൈര്യത്തോടെ പിടിക്കാറില്ല.
എന്താ പിടിക്കാത്ത? പലപ്പോഴും ഇപ്പം അമ്മയൊക്കെ പറയാറുണ്ട് അങ്ങനെ കാവിന്റെ കുളത്തിൽ മീൻ പിടിക്കരുതെന്ന് പറയാം. പക്ഷെ പണ്ട് നമ്മൾ പിടിക്കുമായിരുന്നല്ലോ. ഇപ്പൊ പിടിക്കലില്ല. എനിക്ക് നല്ല ഓർമ്മ, തെറ്റാലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ കുട്ട പോലെ ഇരിക്കുന്നു, അതിങ്ങനെ വെച്ചിട്ട് മുഷിയൊക്കെ പിടിച്ച് നമ്മുടെ കുടത്തിനകത്ത് ഇട്ടിട്ട്, ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഇവിടെ വരുമ്പോൾ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തലമണ്ടയ്ക്കിട്ട് അടിച്ചാണ് അതിനെ കൊല്ലുന്നത് അല്ലേ. മുഷിയാണെങ്കിൽ ഒരിക്കലും ചാവത്തില്ല. അതിൻ്റെ കത്തിയുടെ ഇത് വെച്ചിട്ട് മുഷിയുടെ തല അടിച്ച് പൊട്ടിക്കും, അങ്ങനെ കൊല്ലുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫിഷായിരുന്നു. എന്നിട്ട് ഫ്രൈ ഒക്കെ ചെയ്യും. മോളൊന്നും കണ്ടിട്ടില്ല. നോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫാമിലി കാവ്, കൈറ്റേത്ത് നാഗരാജ കാവാണ്. പണ്ട് ഇത് കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ഇതിൻ്റെ അകത്തായിരുന്നു ഈ നാഗരാജാവിൻ്റെയൊക്കെ വിഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായി. ഇത് കുറച്ചൊരു ക്ഷേത്രം പോലെ കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ നാഗരാജാവിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഇവിടെയാണ് പൂജ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ക്ഷേത്രമായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കാവിൻ്റെ കുറേ ഭാഗങ്ങൾ അതിൻ്റെ ആ സൈഡിലായിട്ട് വള്ളിപ്പടർപ്പുകളും കുളവും ഒക്കെ കാണാൻ പറ്റും. എപ്പോഴും കാവിന് വേണ്ടിയിട്ടുള്ള കിണറാണ്. വറ്റാത്ത കിണറാണ്. എത്ര അടി താഴ്ചയുണ്ട്? 14 തൊടി ഉണ്ടാവും. 14 തൊടി. തൊടി. ആ, വട്ടം. ഓക്കെ. എപ്പോഴും വെള്ളം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഓ, അത് നല്ലതാ. പണ്ട് ഉണ്ടായിരുന്ന മരങ്ങൾ കുറേ പണ്ട് പൈനൊക്കെ ആയിരുന്നു. പൈനൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള പൈനാണ്. പക്ഷെ അത് നമ്മൾ ഈ വേരിന് ബലമില്ല എന്ന് പറയും, മറിഞ്ഞ് വീഴുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുറിച്ചതാണോ? പക്ഷെ സാധാരണ കാവിനകത്ത് മരമൊന്നും മുറിക്കില്ലല്ലോ, ആൾക്കാർക്ക് പേടിയല്ലേ. നമ്മൾ പക്ഷെ അത് തിരുമേനിയോടൊക്കെ ചോദിച്ച്, ആണോ, തിരുമേനിയോടൊക്കെ ചോദിച്ച് പ്രശ്നമൊക്കെ വെച്ചിട്ടാണ് മുറിച്ചതെന്ന് പറഞ്ഞത്. അതിന് പകരം നമ്മൾ മരം വെച്ച് പിടിപ്പിക്കും. ഇപ്പൊ രഞ്ജിത്താണ് ഇതിൻ്റെയൊക്കെ ലീഡർഷിപ്പ് നടത്തുന്ന ആള്. അത് ഇതിന്റെ കംപ്ലീറ്റ് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് ഇത് ആലാണ് കേട്ടോ. കണ്ടോ, ആലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 8 വർഷം 9 വർഷമായിട്ടുണ്ടാവും. ഇനി എത്ര കാലം കഴിയുമ്പോൾ ഇത് വലുതാവും? ഇതൊരു 3-4 വർഷത്തിനൊക്കെ നല്ല വലിയ ആലാവും, ഗംഭീര ആലാവും. പിന്നെ അതുപോലെ ഇത് എന്താ മരവാ? ഇതും ഒരു ആലാണ്, ഇത് വേറൊരു ആലാണ്. അരയാൽ 2 ടൈപ്പുള്ള ആലുണ്ട്. ആലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയ മരങ്ങൾക്ക് പകരം. അപ്പോൾ ഈ കാവ് കുറെ കൂടെ പഴയ പോലെയൊക്കെ ആയി വരും. ഒരു മേ ബി ആഫ്റ്റർ ഒരു 10 years വന്ന് നോക്കുമ്പോൾ ഗംഭീരവും. ഉദിയുണ്ട്. ഇതൊക്കെ വലിയ വൻ വൃക്ഷങ്ങളാവുന്ന ആൾക്കാരാണ്. തണൽ വൃക്ഷങ്ങൾ തന്നെ ആയിരിക്കും. ഓ, കുറച്ചുകൂടെ. അപ്പം മരം മുറിച്ചാലും കുഴപ്പമില്ല, വേറെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുമൊക്കെ വേറെ ബന്ധു വീടുകളൊക്കെ തന്നെയാണ്. കുറേയൊക്കെ നമ്മുടെ തന്നെ ഫാമിലി കസിൻസിൻ്റെ ഒക്കെ, അതെ, ഫാമിലി മെമ്പേഴ്സ്. യോ, എല്ലാം അറിയാമല്ലോ എൻ്റെ അമ്മോ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പണ്ടത്തെ പാടശേഖരങ്ങളിൽ കൂടിയാണ്. അതായത് എള്ളുപാടമൊക്കെ ആയിരുന്ന സ്ഥലത്തൂടെയാണ്. ഇപ്പോൾ വെറുതെ പറമ്പായിട്ട് കിടക്കുന്നു. ഇനി മോള് പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മുടെ സ്വന്തം കനാല്, വെള്ളമില്ലാത്ത കനാല്, ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിട്ട് ആണോ? അങ്ങനെ കനാൽ പ്രോജക്റ്റ്. അതെ, ഇത് ഞങ്ങളുടെ വസ്തുവിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അന്ന് കുറേ ലാൻഡൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പം അതുകൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ മുറിഞ്ഞു പോയി. എങ്കിലും കുഴപ്പമില്ല, പഠിക്കട്ടുണ്ട്. അതൊക്കെ റിലേറ്റീവ്സൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്, വീടുകൾ. അങ്ങോട്ടൊക്കെ പോകല്ലേ വെള്ളത്തിൽ. വെക്കേഷൻ ആകുമ്പോൾ ഞങ്ങളിവിടെ വരുമായിരുന്നു അമ്മാവൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട്. ഒരു വരവുണ്ട്. അന്ന് ഗ്രാൻഡ് മദറൊക്കെ ജീവിച്ചിരിക്കുന്ന സമയമാണ്. കുട്ടിയമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. കുട്ടിയമ്മ. അമ്മയുടെ ജാനകി അമ്മ, അത് വേറെ അമ്മനെ, അത് അമ്മയുടെ അല്ലേ. കുട്ടിയമ്മ ഉള്ള സമയത്തൊക്കെ അല്ലേ നമ്മൾ വരുന്നത്. അമ്മാവൻ്റെ വീട്ടിൽ നിൽക്കുക. ഇവരൊക്കെ കുഞ്ഞതാണ്. അന്നേരമാണ് ഞാൻ സ്കൂൾ ഡേയ്സൊക്കെ ഇവിടെ വരുന്നത്. അമ്മാവൻ എന്നെ കൊണ്ടുവരും, ഇവിടെ വന്ന് താമസിക്കും. ഏതാണ്ട് ഒരു 10 ദിവസമൊക്കെ വെക്കേഷൻ. അപ്പോൾ ഇവിടെയൊക്കെ അന്ന് ഫീൽഡായിരുന്നു, ശരിക്കും പറഞ്ഞാൽ പാടമായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നു. പിന്നെ എള്ള് കൃഷി. ഈ സമയത്ത് സമ്മറൊക്കെ ആകുമ്പോൾ, ഈ സമ്മർ വെക്കേഷനാണല്ലോ വരുന്നത്. പിന്നെ ഓണം, ക്രിസ്മസ്. എനിക്ക് ഇവിടെ വരെ ഏറ്റവും സന്തോഷം എന്തായിരുന്നു അറിയാം? ഓണ സമയത്ത് അമ്മാവൻ ഓണക്കോടി മേടിച്ചു തരും. ടൗണിൽ കൊണ്ടുപോയിട്ട് എനിക്ക് റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ, പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു തരും. അപ്പോൾ അതൊരു ഭയങ്കര, ആ കുട്ടികളായിരിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര പലഹാരങ്ങളുടെ ആളാണ്. കുട്ടിയമ്മ ഉണ്ടാക്കാത്ത പലഹാരമില്ല. മുറുക്ക്, അച്ചപ്പം, പിന്നെന്താ പക്കാവട, കളിയുടയ്ക്ക, ഇങ്ങനെ കുറേ അരി മാവുണ്ട, ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടി വെച്ചേക്കും. ഇവിടെ വലിയ സഹൃദയമായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഒത്തിരി സംസാരിക്കുമായിരുന്നു. മോളെപ്പോ ഓക്കെ. അങ്ങനെ അതൊക്കെ
വലിയ ഓർമ്മകൾ. അങ്ങനെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ ഭാഗമാണ്. ഈ കാവും ഇവിടെ അന്നത്തെ പാടശേഖരങ്ങളും. പിന്നെ ഇതുണ്ടോ, ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ചാല് പോലെയാണ്. അവിടെ തോടുണ്ടെന്നാണ് പറഞ്ഞല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ മഴക്കാലത്ത് നിറച്ച വെള്ളം ഈ ഭാഗത്തേക്കൊക്കെ വരും. അപ്പം മീനൊക്കെ ഒഴുകി വരും. ഇനി ഒരു മഴക്കാലത്ത് വരാം അല്ലേ. ചെറിയ ഇത്. അപ്പം നമ്മൾ മഴക്കാലത്ത് നമുക്ക് മീൻ പിടിക്കാം. ഇവിടെയൊക്കെ വെള്ളമാവും കേട്ടോ. കാണുമ്പോൾ അറിയാം ഇവിടെയൊക്കെ ആഫ്രിക്കൻ വയൽ പോലെ ഇതിങ്ങനെ ഉണ്ട്. അവിടെ എല്ലാം വെള്ളം, മഴക്കാലത്ത് വെള്ളം ധാരാളം ഉണ്ടാവും. ഇതിപ്പോൾ വേനൽ സമയമല്ല, അതുകൊണ്ടൊരു ഡ്രൈ ക്ലൈമറ്റാണ്. എല്ലായിടത്തും ഒരു ഡ്രൈനെസ്സാണ്. ഇവിടുത്തെ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെള്ളം നിറത്തിലൊരു മണ്ണ്. അത്ര വലിയ തെങ്ങിന് പറ്റിയതല്ല. പക്ഷേ പരിപാലിച്ചാൽ കിട്ടും. അല്ലാതെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ എള്ള് കൃഷിക്കും അതിനൊക്കെ നല്ലതായിരുന്നു. നെല്ല് അതിനൊക്കെ നല്ലതായിരുന്നു. കാരണം അന്നൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ കമലാക്ഷനൊക്കെ പറഞ്ഞ ഇവിടെ സ്ഥിരമായിട്ടുള്ള പണിക്കാരുണ്ടായിരുന്നു. നെല്ല് കൊയ്യാനും കറ്റയാക്കാനും ഒക്കെയുള്ള. പക്ഷെ ഇപ്പൊ അവരൊന്നും കിട്ടുന്നില്ല. ആരും ഇല്ലല്ലോ. കർഷക തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ അവസാനിച്ചു. എല്ലാം തീർന്നു. നോക്കാനുള്ള സമയമില്ല. എല്ലാവരും ബിസി. ഇത് നോക്കൂ, ആ കുളം ചാല് ഇതൊക്കെ ഇനി ഒരു മഴക്കാലത്ത് വരണം. അപ്പം നിറച്ച് വെള്ളവും. എന്നിട്ട് ഇവിടെ വന്ന് മീൻ പിടിച്ചിട്ടൊക്കെ നടക്കാം. ഞാനും ജാനിക്കുട്ടിയും കൂടി. വയണയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, തെരളിയപ്പം. അത് തന്നെ, ഇതാണ് വയണ മരം. നിറച്ച് ഇലയൊക്കെ ഉണ്ട്. പക്ഷേ ഇച്ചിരി പൊക്കത്തിലാന്നേ ഉള്ളൂ. നല്ല മണം. കുരുമുളക് നല്ല രീതിയിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാ മരത്തിലും ഉണ്ട്. ലവലോലിക്ക മരം ഉണ്ടല്ലോ. ദേ പുളിയാ അല്ലേ. കഴുകിയിട്ട് കഴിക്കാം. കുറച്ചായി കാര്യങ്ങൾ. ജാതിക്ക, ലവലോലിക്ക. ഇത് കരിമ്പിൻ്റെ ജ്യൂസ് വിൽക്കുന്ന ആൾക്കാർ ഇവിടെ, രഞ്ജിത്ത് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുക അവരുടെ സാധനങ്ങൾ കൊണ്ട് വയ്ക്കാനായിട്ട്. കരിമ്പ്, ഇതെല്ലാം ഫ്രഷ് കരിമ്പുണ്ട് ഇവിടെ. ഇത് പഴയ പശുത്തൊഴുത്താണ്, ഇപ്പം പശുവില്ല. അപ്പം പിന്നെ തൊഴുത്ത് വിറക് പുരയായി. ലക്ഷ്മി തെരുവ് എന്ന് പറയുന്ന ഐശ്വര്യത്തിൻ്റെ മരം അല്ലേ. അതെ, തൊട്ട് സൈഡിൽ തന്നെ ഉണ്ട്. കുഞ്ചിന്നാ വീട്ടിൽ വിളിക്കുന്നത്. ഭയങ്കര ഐശ്വര്യത്തിന്റെ. ഇത് വേറൊരു മരം, ഐശ്വര്യത്തിന്റെ മരമാണെന്നാണ് ഭർത്താവ് എന്റെ അവകാശപ്പെടുന്നത്. കുഞ്ചി വീട്ടിൽ വിളിക്കുന്ന കുഞ്ചി കേട്ടോ. ഭയങ്കര ക്യൂട്ടല്ലേ കുഞ്ചിയുടെ പേരും. കുഞ്ചി ഭയങ്കര ക്യൂട്ടാണ്. ഇനി കുറച്ച് നേരം ഇവിടെ ലക്ഷ്മിയുടെ വീടാ. ഇവിടെ മതിലൊന്നും ഇല്ല കേട്ടോ. ഇവരെല്ലാം ബ്രദറും സിസ്റ്ററിൻ്റെ ഒരു ചെറിയ ഫെൻസിങ് ആണ്. അതൊരു ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ്. ബ്യൂട്ടി പാർട്ട് ഓഫ് ദി ഹൗസ്. ഒരു ഷേപ്പ്, ആ ഒരു ആംബിയൻസിന് ഡിവിഷൻ ഇല്ല. ദർ ഇസ് നോ ഡിവിഷൻ. ഇത് നമ്മുടെ പഴയ തറവാട് വീടിനെ ഇവർ മോഡിഫൈ ചെയ്താണ്. ഇത് അവർ രണ്ടാമത് കെട്ടിയതാണ് ആ പ്രോപ്പർട്ടിയിൽ. അതെ, അങ്ങനെ ഇവിടെ നല്ല ഗ്രീനറിയും കാര്യങ്ങളും. അവർ വരട്ടെ, അവർ പുറത്ത് പോയിരിക്കാം. വെയിലെത്തുന്ന ആളുകള്, പല ആളുകളും ഇങ്ങനെ വണ്ടി കയറ്റി വെച്ച് ഇവിടെ നിന്നിട്ട് കുറച്ച് സമയത്ത് പോകും. കാരണം അവർക്കൊരു ഈ വേനൽ സമയത്ത് ഭയങ്കര ആശ്വാസം. സത്യം കേട്ടോ, ഇവിടെ നല്ല തണലുണ്ട്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പ്രയാസം. ഇത് സപ്പോർട്ടയുടെ മരമാണ് ഇത്രയും വലുതായത്. സപ്പോട്ട മരത്തിന്റെ വലിപ്പം നോക്കിയേ, ഒരു വലിയതായിട്ട് ബ്രാഞ്ച് ഔട്ട്. പക്ഷെ ഒരു മരത്തിൽ നിന്ന് ഒരു കായ പോലും കിട്ടത്തില്ലായിരിക്കും അല്ലേ. വവ്വാല് കൊണ്ടുപോകും. കാര്യം നമുക്ക് പറിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റൈലല്ല. പിന്നെ ഒരു വലിയ മാവുണ്ട് ഇവിടെ, നിറച്ചുണ്ട്. പക്ഷെ നമുക്ക് കിട്ടില്ല, വവ്വാലിനുള്ളതാണ്. മാവ് അതുപോലെ അശോകമരം. എണ്ണ കാച്ചുന്നത് അശോകമരം. അശോകപ്പൂ ഇട്ട് എണ്ണ കാച്ചുമല്ലോ, അശോകമരമുണ്ട്. പിന്നെ ഒരു വലിയ പഴയ നമ്മുടെ ചെമ്പോട്ടിക്ക. ആ ചെമ്പോട്ടിയാണ് നമ്മുടെ ഓർമ്മയിലുള്ള ചെമ്പോട്ടി. ഒരു അതിൽ നിന്ന് കിട്ടി, എനിക്ക് പറയുന്ന ഒരു ചെറിയ കായും കിട്ടി. അവിടെ ഇങ്ങനെ ഈ ഭാഗമെല്ലാം അങ്ങനെ. പിന്നെ ഭക്ഷണം കഴിക്കാം, ലഞ്ച്. ഇത് രണ്ടുപേരെ പരിചയപ്പെടുത്തിയില്ല. ഇത് കുഞ്ചിയുടെ കസിൻ ആൻഡ് ഹസ്ബൻഡ്. ഇവരെ ന്യൂലി മാരീഡാണ്, ഒരാഴ്ചയായിട്ടുള്ളൂ. കൊല്ലത്തുനിന്ന് ഇവിടെ വിരുന്ന് വന്നതാണ്. ഓക്കെ, എൻ്റെ പേര് പറഞ്ഞു? നന്ദു ആൻഡ് എന്ത് സാമ്യമാണല്ലോ പേരിൽ പോലും. നന്ദു നന്ദന, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഷീസ് M.Com. ഓക്കെ, ഭയങ്കര. മർഫിയുടെ പഴയ റേഡിയോ, ഇതൊന്നും കാണാൻ പോലും ഇല്ലല്ലേ. ഇത് ഏത് കാലത്തുള്ള? അമ്മാവ് വാങ്ങിച്ചു വെച്ചതാണോ? അമ്മാവന്റെ അല്ല, അപ്പൂപ്പന്റെ ആയിരിക്കും ചിലപ്പോ അല്ലേ. വർക്കിംഗ് കണ്ടീഷൻ ആണോ ഇത്? വർക്കില്ല. യെസ്, താങ്ക് യു. ഇവിടെ കരിമ്പൻ ജ്യൂസ് സ്വന്തം ബാക്കിൽ കരിമ്പ് സ്റ്റോക്ക് ഇവിടുത്തെ അതിന്റെ ആള് കൊണ്ട് വെച്ചിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കരിമ്പൻ ജ്യൂസ് ഫ്രഷ് ആയിട്ട് കുടിക്കാം.
നൈസ് ഫ്രഷ്. അതിൽ കൂടുതൽ ഫ്രഷ് ജ്യൂസ് കിട്ടാനില്ല. തൊട്ട് ബാക്ക് യാർഡിൽ തന്നെ കരിമ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. കൊള്ളാം, നൈസ്. വെജ് ബിരിയാണി, കുഞ്ചി സ്പെഷ്യൽ വെജ് ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത് നമ്മൾ. ലഞ്ച് കറി അടുക്കളയിലെത്തി. നമ്മുടെ കുഞ്ചിയുടെ സ്പെഷ്യലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, സപ്പോർട്ട് ചെയ്യാനായിട്ട് ലതിക അല്ലേ, ലതികയാണ് ഇവിടുത്തെ മെയിൻ ആള്. കൊഞ്ചുമാങ്ങയുടെ മാങ്ങയൊക്കെ ഇന്ന് അരിഞ്ഞ് വയ്ക്കുവാണോ? കൊഞ്ചുമാങ്ങ നാളെയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നാളെ നമുക്ക് അത് ഷൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് ഇന്ന് അരിഞ്ഞ് വെക്കുക. എല്ലാം കൂടെ ഇട്ടേ കൊത്തി അരിഞ്ഞാ എടുക്കുന്നത് അല്ലേ? മാങ്ങ തോരൻ പോലെയാണ്. നിങ്ങൾ തോരൻ പോലെ വെക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് കൊഞ്ചുമാങ്ങ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതും കൂടി നമുക്ക് കാണാം, അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ. സപ്പോർട്ട കിട്ടിയോ? എവിടെ നിന്ന് കിട്ടി ഇത്രയും വലുത്? രാവിലെ 2 നമ്മുടെതോ? വലുത് നല്ല വളഞ്ഞതാ? താഴെ വീണാന്നോ? അല്ല, പറിച്ചതാ. ഓക്കെ. അപ്പോൾ ഇനി കണ്ടു കിട്ടാനുണ്ടായിരുന്ന ബാക്കി ആൾക്കാരെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് രശ്മി സിസ്റ്റർ, അതായത് രഞ്ജിത്തിൻ്റെ ചേച്ചി, എൻ്റെ അനിയത്തി. ഇത് രശ്മിയുടെ ഹസ്ബൻഡ് രാധാകൃഷ്ണൻ. ഇവർ രണ്ടാളും അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്. ഒരാൾ റിട്ടയർ ചെയ്തു ഇപ്പോൾ റീസെൻ്റായിട്ട്. ഇദ്ദേഹം ഇപ്പോഴും സർവീസിലാണ്, പത്തനംതിട്ട അഗ്രികൾച്ചർ. അപ്പോൾ ഇവിടുത്തെ ചെടികളുടെയും മരങ്ങളുടെയൊക്കെ സംശയം അവരോട് ചോദിക്കാതിരിക്കുക, മണ്ണിൻ്റെ വിശേഷമൊക്കെ. പിന്നെ ഇത് മണിക്കുഞ്ഞമ്മ, അതായത് എൻ്റെ കുഞ്ഞമ്മയാണ്, അമ്മയുടെ സിസ്റ്റർ. ഇത് പന്തളത്താണ് കുഞ്ഞമ്മ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെട്ടുളങ്ങര ഭരണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ്. അത് കാരണം എല്ലാ റിലേറ്റീവ്സും വരും. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക ഫെസ്റ്റിവിറ്റി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയമായതുകൊണ്ട് കുഞ്ഞമ്മയുണ്ട്. അതൊരു ഭാഗ്യമായി കാണാൻ പറ്റി ഇവിടെ വന്നിട്ട്. അല്ലെങ്കിൽ പന്തളത്ത് വരണം കാണണമെങ്കിൽ അല്ലേ. കുഞ്ഞമ്മ വന്നാലേ അതിനൊരു ഫിനിഷിങ് ആവുള്ളൂ. ഓമല്ലൂര് അതെ എല്ലാവരും കുട്ടിയമ്മ. അതെ, അമ്മൂമ്മ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരും വരും. അമ്മൂമ്മയൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മയുടെ സ്ഥലം ഓമല്ലൂരാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ വരും, മാവേലിക്കര ചേട്ടളങ്ങര നാളിലേക്ക്. കുട്ടിയമ്മയുടെ പ്രസൻസ് ഒരു സംഭവമായിരുന്നു അല്ലേ ആ സമയത്ത്. അതെ, സത്യം. അപ്പോൾ ഇവർ താമസിക്കുന്നത് തൊട്ടപ്പുറം. നമുക്ക് ഞാൻ പറഞ്ഞില്ല, വേലിയില്ലാത്ത വീടുകളാണ് ഇത് രണ്ടും. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ബാഗൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോവാണ്. ഇവർ കഞ്ഞി കുടിക്കാനായിട്ട് പോയതാണ്, പക്ഷേ നടന്നില്ല. അത് കുറച്ചുകൂടെ ഡിലേ. അതെ, അതൊരു 5 മണിക്കുണ്ട്. 5 മണിക്ക് അത് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം വന്നാൽ നമുക്ക് ഒന്നിച്ച് പോയി കഞ്ഞി കുടിക്കാം. അതൊരു ഭയങ്കര ഇവിടുത്തെ ഒരു പ്രസാദം പോലെയാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. അതെ, കുടിച്ചു. അതെ, സത്യം. ഇത്രയും വലിയൊരു പിന്നെ സപ്പോട്ട മരം ഉണ്ടാവുമോ? ഇത്രയും ബിഗ് ആയിട്ട്? സീഡ്ലിംഗ് ആണ്. സീഡിൽ നിന്ന് വന്നിട്ട് ഉള്ള സാധനമാണ്. അപ്പോൾ ഒരു മരമായതിനു ശേഷം മാത്രമേ ഇത് ഫ്രൂട്ട് വരുള്ളൂ. നമ്മൾ ചെയ്യുന്ന മറ്റേ ഗ്രാഫ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഇതിന്റെ ബ്രാഞ്ച് താഴോട്ട് ഇട്ടിട്ട് താഴെ വേറെ ഒരു സാധനമുണ്ട്, വേറെ ഒരു വൈൽഡ് സാധനമാണ്. അതിന്റെ റൂട്ടും ഇതും കൂടെ ആഡ് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പോൾ അത് വൈൽഡാണ്. വൈൽഡ് ആയതുകൊണ്ട് തന്നെ അവന് കളിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. പെട്ടെന്ന് വൈൽഡിന്റെ ചെവിടെല്ലാം കട്ട് ചെയ്ത് മറ്റവനെ നമ്മൾ വളർത്തും. അന്നേരം തന്നെ ഫ്രൂട്ട് ചെയ്യും. അതാണ് ഗ്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രേ കാണത്തുള്ളൂ പ്ലാന്റ്. മനസ്സിലായി. ഇഷ്ടമല്ല ഫ്രൂട്ട്സ് കിട്ടി. ഇത് അങ്ങനെയല്ല, ഇത് ഫൈക്കസ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഇത് 100 വർഷോ? 100-ന് മേളിൽ ആണോ? ഇതിന്റെ ഈ ഇതുണ്ടല്ലോ മറ്റേ സർക്കിൾസ്, അതനുസരിച്ചാണ് വയസ്സറിയുന്നത് അല്ലേ? ഈ ബൾബ്സ് ആണ് ഇത്. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അന്ന് ഞാനും കണ്ടിട്ടുണ്ടാവാം, പക്ഷെ അത്രയും ആയിരിക്കാം. പക്ഷെ ഇവരെല്ലാം ഇപ്പൊ അഗ്രികൾച്ചർ ആൾക്കാരായതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നത്. ഇതിനൊരിക്കലും നമ്മൾ ഇവിടെ ബ്രാഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല. നാച്ചുറലായിട്ട് എന്തെങ്കിലും പെസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പെസ്റ്റ് അറ്റാക്ക് അവിടെ വന്നു, അവൻ ബ്രാഞ്ച് ഔട്ട് ചെയ്തു. പെസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ അവനറിയാം, അന്നേരം അതാണ് ബ്രാഞ്ച് ചെയ്ത്. ഓ, സർവൈവൽ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളൊരു ഡിസ്റ്റർബൻസ് എന്തെങ്കിലും മേലെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ബ്രാഞ്ച് ചെയ്യില്ല. നാച്ചുറലായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നതാണ്. പെസ്റ്റ് അറ്റാക്ക് വന്നപ്പോഴാണ് സർവൈവൽ അതിനുവേണ്ടി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. വളരെ എക്സ്പേർട്സ്, എന്നാലും ഏകദേശം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം. നമുക്കിനി കഞ്ഞി കുടിക്കാൻ പോവാം. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോകുന്നു. ഓക്കെ, ജാനിക്കുട്ടി എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല മോളാ, ചെറിയ ചുമയൊക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് മോളെ?
അമ്പലത്തിൻ്റെ പരിസരത്ത് പോകണം. പിന്നെ അതുപോലെ കഞ്ഞി കുടിക്കാൻ പോവാണ്. അതെ, 5 മണി കഞ്ഞി. കുതിരമുട്ട് അല്ലേ, കുതിരച്ചോട്ടിൽ കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേഷമൊക്കെ മാറി ഇനി. അപ്പോൾ ആ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ് എന്നുള്ള ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു പേഴ്സണൽ വ്ളോഗായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ മോള് വരുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, വെയിലത്ത് പറ്റത്തില്ല, ചുമയായതുകൊണ്ട്. ബാക്കി രശ്മിയൊക്കെ കാണുമായിരിക്കും, രഞ്ജിത്തുണ്ടാവും. അങ്ങനെ എല്ലാവരുമായിട്ട് മണിക്കുഞ്ഞമ്മ ഉണ്ട് എന്തായാലും. മണിക്കുഞ്ഞമ്മയൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ഇവിടെയാണ് സ്റ്റേ, രശ്മിയുടെ വീട്ടിൽ. അപ്സ്റ്റേഴ്സിലാണ് ഞാൻ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇനി പുറത്ത്. ഇതിങ്ങനെ അങ്ങോട്ട് ഇന്ന് ഫുൾ തിരക്കാട്ടോ. അതുകഴിഞ്ഞ് നാളെ ഒക്കെ ഇവിടെ കുഞ്ഞുമാങ്ങ ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടാവും ഈ വ്ളോഗിൽ. അങ്ങനെ ഞങ്ങളുടെ സ്ത്രീകളുടെ സംഘം, അമ്മയും 2 മക്കളും. അതെ, ഇത് കുഞ്ഞമ്മയാണെന്നേ ഉള്ളു, അമ്മ പോലെ തന്നെയാ. അതെ, ഇപ്പൊ അമ്മ ഇല്ലല്ലോ. അയ്യോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 8 വർഷം മുന്നേ നമ്മള് ചെറ്റോളങ്ങനെ വന്നപ്പോ അമ്മയുണ്ടായിരുന്നു. ഇവരുടെ അപ്പച്ചിയാണ് എൻ്റെ അമ്മ. ഓക്കെ, അമ്മയുണ്ടായിരുന്നു. അമ്മയും കൊണ്ടാ വന്നേ. അയ്യോ പാവം, എന്ത് ഓർമ്മ വരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇവിടെ രശ്മിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് അപ്പുറം വീടാണ്. പിന്നെ എന്താ പറയുക, രഞ്ജിത്തിൻ്റെ വീട് മതിൽ പോലും ഇല്ല, അപ്പുറം. പിന്നെ ക്ഷേത്ര നടയിൽ പോയി ദേവി അമ്മയെ കണ്ട്, ചേച്ചോളങ്ങ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലോണം നല്ല ചൂടല്ലേ, പിന്നെ നമ്മൾ കഞ്ഞിസദ്യ കഴിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ ട്രാവൽ വ്ളോഗിൽ വീഡിയോ ആയിട്ട് വരും, അത് കാണുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെയും ഇതുവഴി കെട്ട് കാഴ്ചയൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത് കുറേയെല്ലാം. അതെല്ലാം ആ കാഴ്ചകളെല്ലാം കാണാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ടാകും നാളെ കൊഞ്ചുമാങ്ങ. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നാളെയും കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടാകും. എന്നിട്ട് തിരിച്ചിട്ട് വേണ്ടത്തേക്ക് പോകും. ഓക്കെ.